കോടികൾ ചെലവിട്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ ദുരിതത്തിന് ഒരു പരിഹാരവുമില്ല. പ്രവേശന കവാടത്തിന് തൊട്ടടുത്തുള്ള പ്രധാന ഫുഡ് ഓവർ ബ്രിഡ്ജ് അറ്റകുറ്റപ്പണികൾ ഇനിയും പൂർത്തിയായിട്ടുമില്ല. ഇതോടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുകയാണ് യാത്രക്കാർ. യാതൊരുവിധ മുൻകൂട്ടി അറിയിപ്പുകളോ ബദൽ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കാതെയാണ് അധികൃതർ പ്രധാന മേൽപ്പാലം അടച്ചത്. നിലവിലെ അവസ്ഥയിൽ ഇതിന്റെ പണികൾ പൂർത്തിയാകാൻ ഇനിയും ഒരു മാസത്തോളം സമയം വേണ്ടിവരും. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ ദുരിതയാത്രയാണ്. പ്രധാന കവാടത്തിൽ നിന്നും ഏറെ മാറിയുള്ള മറ്റൊരു ഓവർബ്രിഡ്ജുണ്ട്. എന്നാൽ അത് ഗുഡ്സ് ട്രെയിനുകൾ എത്തുന്ന മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ചെന്നിറങ്ങുന്നത്. അവിടെ നിന്ന് രണ്ടാം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുവാൻ വീണ്ടും റെയിൽപാത മുറിച്ചു കടന്ന് താൽക്കാലികമായി നിർമ്മിച്ച കോണി കയറി വേണം പോകാൻ. തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർ ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രാക്ക് മുറിച്ചു കടന്നാണ് നിലവിൽ രണ്ടാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നത്. പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികളുമായി വരുന്നവർ, കൂടുതൽ ലഗേജുകളുള്ള യാത്രക്കാർ എന്നിവർക്ക് ഇത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. അപ്പുറത്ത് വേറെ ഫുഡ് ഓവർ ബ്രിഡ്ജ് നിലവിലുണ്ട്. ആ ഫുഡ് ഓവർ ബ്രിഡ്ജിൽ നിന്നും ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാവുന്ന ഒരു എൻട്രി, ഒരു കണക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം വേണ്ടേ ഈ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഫുഡ് ഓവർ ബ്രിഡ്ജ് ക്ലോസ് ചെയ്യാൻ. അത് ക്ലോസ് ചെയ്തു. ഇവിടേക്ക് എൻട്രി ഇല്ല. ജനങ്ങൾ വളരെ ദുരിതപൂർണമായ യാത്ര. ഈ സാഹചര്യത്തിലും യാത്രക്കാരെ സഹായിക്കാനോ നിയന്ത്രിക്കാനോ മതിയായ സുരക്ഷാ ജീവനക്കാരെയോ റെയിൽവേ ഉദ്യോഗസ്ഥരെയോ സ്റ്റേഷനിൽ വിന്യസിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതര വീഴ്ചയ്ക്കെതിരെയും അനാസ്ഥയ്ക്കെതിരെയും യാത്രക്കാരുടെ സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജോലികൾ പൂർത്തിയായില്ലെങ്കിലും കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.